ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT അന്വേഷിക്കുന്ന ചെന്നൈ വ്യവസായി ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമെന്ന് നിർണായക മൊഴി. മണിക്ക് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ബന്ധം. പണം കൈമാറാൻ ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വിദേശ വ്യവസായിയുടെ നിർണായക മൊഴി പുറത്തെത്തുന്നു. ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് പുതിയ നിർണായകമായ വിവരങ്ങൾ? ശബരിമല സ്വർണ്ണമോഷണ കേസിലാണ് പുതിയ വസ്തുതകൾ പുറത്തെത്തുന്നത്. ഈ ഡി മണി ഇപ്പോൾ ചെന്നൈയിലെ വ്യവസായിയായ ഡി മണിയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന മൊഴി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസും പോറ്റിയുമായും ഒക്കെ ഡി മണിക്ക് ബന്ധമുണ്ട്. നേരത്തെയും പലതരത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത്, വിഗ്രഹക്കടത്തും ഒക്കെയായി ബന്ധപ്പെട്ട് പോറ്റിയുടെ പേര് ആരോപിക്കപ്പെടുന്നതായ നിർണായക മൊഴി വിദേശ വ്യവസായിയുടെ ഭാഗമായി പുറത്തെത്തുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായ പുതിയ വിവരങ്ങളുമായാണ് ഷീജ ചേരുന്നത്. ഷീജ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും നിലവിലിപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള SITയുടെ അന്വേഷണം ഡി മണി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ ഒരു വ്യവസായിക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ച് SITക്ക് ചില വിവരം ലഭിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിദേശ വ്യവസായി ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ എത്തിയിരുന്നു. ആ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഡി മണി എന്നയാളാണ് ഈ ചെന്നൈയിലെ വ്യവസായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡി മണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ പുരാവസ്തു കടത്തു സംഘത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് SITയുടെ അനുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഡി മണി എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ വിദേശ വ്യവസായി SITക്ക് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. ആ മൊഴിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആധികാരികത പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്ന് SITക്ക് നൽകിയ മൊഴിയിൽ ഈ വിദേശ വ്യവസായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2020 ഒക്ടോബർ 26 ഇതിന്റെ പണം കൈമാറിയിട്ടുണ്ടെന്നും ഡി മണിയാണ് പണവുമായി എത്തിയതെന്നും ഇത് ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതനാണ് ഈ പണം വാങ്ങിയത് എന്നുള്ള കാര്യവും മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ മൊഴിയുടെ ആധികാരികത പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസുമായുള്ള ഇടപാടുകൾ അത് ഒന്നുകൂടി പരിശോധിക്കാൻ നിലവിലിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.